ഭൂമിയിലെ ഭൂരിഭാഗം രാജ്യങ്ങളുടെയും നട്ടെല്ല് അവിടുത്തെ നദികളാണ്. ഗംഗയും യമുനയും ഒക്കെ ഒഴുകുന്ന മണ്ണിൽ ജനിച്ച നമുക്ക് ഒരു പുഴ പോലും ഇല്ലാത്ത ഒരു നാടിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്നാൽ കേട്ടോളൂ, ലോക ഭൂപടത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വൻ ശക്തിയുണ്ട്. അവിടെ മൈലുകളോളം സഞ്ചരിച്ചാലും നിങ്ങൾക്ക് ഒരു നദി പോലും കാണാൻ കഴിയില്ല. മരുഭൂമിയിലെ കഠിനമായ ചൂടിനോടും പ്രകൃതിയോടും പൊരുതി ജയിച്ച ആ രാജ്യം മറ്റാരുമല്ല, സൗദി അറേബ്യയാണ്. ജലപ്രവാഹങ്ങളില്ലാത്ത ഈ മണ്ണിൽ എങ്ങനെയാണ് ഒരു ജനത വിസ്മയങ്ങൾ തീർക്കുന്നത്? സ്ഥിരമായ നദികളോ പ്രകൃതിദത്തമായ തടാകങ്ങളോ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ അതിശയിപ്പിക്കുന്ന ഒരു വസ്തുതയാണിത്. ജീവജലത്തിന്റെ ഉറവിടമായ നദികളില്ലാത്തതിനാൽ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കും കൃഷിക്കും വികസനത്തിനും ഓരോ തുള്ളി വെള്ളവും പൊന്നിനേക്കാൾ വിലപ്പെട്ടതാണ്. നദികളുടെ രൂപീകരണത്തിന് തടസ്സമാകുന്നത് അവിടെ വീശിയടിക്കുന്ന മണൽക്കാറ്റും കഠിനമായ ചൂടുമാണ്. സൗദി അറേബ്യയെ നദികളില്ലാത്ത രാജ്യമെന്ന് വിളിക്കാൻ വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട്. ഇവിടുത്തെ വരണ്ട കാലാവസ്ഥയാണ് പ്രധാന വില്ലൻ. വർഷം മുഴുവനും ലഭിക്കുന്ന മഴയുടെ അളവ് വളരെ കുറവാണ്. ഇനി അഥവാ മഴ പെയ്താൽ തന്നെ അവിടുത്തെ മണ്ണും മണലും ആ ജലത്തെ നിമിഷങ്ങൾക്കുള്ളിൽ വലിച്ചെടുക്കും. തന്മൂലം വെള്ളം ഉപരിതലത്തിൽ കെട്ടിക്കിടക്കാനോ നദിയായി ഒഴുകാനോ ഉള്ള സാഹചര്യം ഇവിടെയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമികളാൽ ചുറ്റപ്പെട്ട ഈ നാട്ടിൽ താപനില പലപ്പോഴും സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഇടയ്ക്കിടെയുള്ള മഴയ്ക്ക് ശേഷം വാദികൾ എന്ന് വിളിക്കപ്പെടുന്ന വരണ്ട ചാനലുകളിൽ വെള്ളം നിറഞ്ഞേക്കാം. എന്നാൽ ഇവ നിമിഷ നേരം കൊണ്ട് തന്നെ അപ്രത്യക്ഷമാകും. ഇവയെ ഒരിക്കലും സ്ഥിരമായ നദികളായി കണക്കാക്കാൻ കഴിയില്ല. നദികളില്ലാത്തത് സൗദിയുടെ വളർച്ചയെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. കടൽ വെള്ളത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡീസലൈസേഷൻ പ്ലാന്റുകൾ സൗദിയിലുണ്ട്. ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് നഗരങ്ങളിലേക്കും വ്യവസായങ്ങളിലേക്കും എത്തിക്കുന്നതിൽ ഇവർ ലോകത്തിന് തന്നെ മാതൃകയാണ്. കൂടാതെ ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകളെയും ഇവർ അതിജീവനത്തിനായി മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രകൃതി കനിഞ്ഞു നൽകിയ നദികളില്ലാതെയും ഒരു രാജ്യം എങ്ങനെ ലോകത്തിന് നെറുകയിൽ എത്താമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് സൗദി അറേബ്യ. പ്രതികൂല സാഹചര്യങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് കീഴടക്കിയ ഈ രാജ്യം ജലസംരക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു പാഠം കൂടിയാണ്. നദികളില്ലാത്ത ഈ മണ്ണിൽ വിരിയുന്ന ഓരോ വികസനവും മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ കൂടി വിജയമാണ്.